ഹായ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ആ കമ്പനിയിൽ നമ്മളിപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാനേജ്മെൻറ്റ്സിനൊക്കെ എപ്പോഴും ചീത്ത പറയും. ഇപ്പോൾ മാനേജറിൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്നും പറയില്ല, പക്ഷേ പകരം സൈഡായിട്ട് നിന്നിട്ടായിരിക്കും പറയുക. പിന്നെ നമ്മൾ പറയുമ്പം ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ അടുത്തും ഒക്കെ പറയുമ്പോൾ ആ പൊട്ടനെ നമ്മൾ ഇത്ര വർഷമായി പറഞ്ഞാൽ നമുക്കെന്താ തന്ന് ഇവരെന്താ ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പലതും പല രീതിയിൽ നമ്മൾ മാനേജ്മെൻറ്റിനെയും കമ്പനീനെയും ഒക്കെ നമ്മളിങ്ങനെ ലൈക്ക് എന്തെങ്കിലും ബാഡ് വേർഡ്സ് ഒക്കെ വിളിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ പറയും, കംപ്ലൈൻ്റ് ആയിട്ട് പറയും. ശരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ഇൻക്രിമെൻ്റ് ഇവൻ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. പിന്നെ ചില കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിൻ്റെ പെർഫോമൻസ് ബേസിലൊക്കെ ഇൻക്രിമെൻ്റ് എല്ലാം കൊടുക്കാറുണ്ട്. അപ്പം ഇവർ അങ്ങനെ കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു കമ്പനിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബെനിഫിറ്റ് അവർ തരുന്നില്ല എങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ആ കമ്പനി അല്ല നമ്മുടെ ലൈഫ്. ഓക്കെ, നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പല കമ്പനീസിലും ഉണ്ടാവും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ ഒരു ജോബ് സെർച്ച് ചെയ്യുന്നത്, അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു ജോബ് സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളവിടെ പോയിട്ട് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് നല്ലൊരു ഓപ്ഷൻ വരും. പക്ഷെ നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അല്ലാതെ ചുമ്മാ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി നമുക്കൊന്നും തരുന്നില്ലെന്ന് പറഞ്ഞിട്ട് കമ്പനിനെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ട് കമ്പനി ഒരു കാലത്ത് ഒന്നും സപ്പോർട്ട് ചെയ്യൂല. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ സംബന്ധിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ UAE-ലാണ്. സോ UAE-ലത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. പിന്നെ എൻ്റെ പഴയ ചില വീഡിയോസൊക്കെ നോക്കി അറിയാൻ പറ്റും എങ്ങനെ നമുക്ക് ഇവിടെ ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, അത് ഏതൊക്കെ രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് വേണം റെഫർ ചെയ്യാം. പിന്നെ ലൈക്ക് എന്നിട്ടൊന്നും കിട്ടത്തില്ല എങ്കിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടാതിരിക്കത്തില്ല. കാരണം ഇവിടെ ഒരുപാട് കമ്പനീസും ഓപ്പർച്യൂണിറ്റീസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നമ്മളൊരിക്കലും നമുക്കൊന്നുമില്ലെങ്കിലും ഒരു 1 ഇയർ ആണെങ്കിലും ഒരു 6 മാസം ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് ആണെങ്കിലും കൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അന്നം തന്നിട്ടുള്ളത് ആ ഒരു കമ്പനി ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പനീനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് ടു ഫൈൻഡ് സം അതർ ജോബ്സ്. സോ ഞാൻ ആരെയും അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറയാം.